എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക കത്തിയൊന്നുമില്ലാതെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പിയുണ്ട്. വീട്ടിൽ ഇടിച്ചക്ക ഉണ്ടെങ്കിലും തൊലി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ഉപയോഗിക്കാറില്ല. എന്നാൽ ആ ബുദ്ധിമുട്ടില്ലാതെ പഴം തൊലി ഉരിയുന്ന പോലെ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് തൊലി കളയാൻ പറ്റും. ഇപ്പോൾ ചെറിയ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന സീസണാണ്. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം. ഇടിച്ചക്കയുടെ ഈ ഒരു ഭാഗം ആദ്യം അരിഞ്ഞു മാറ്റാം. ഇടിച്ചക്ക ഇതുപോലെ അരിഞ്ഞെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുള്ള ശക്തി മുഴുവനും കൊടുത്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഇതിന്റെ പുറമേയുള്ള ഈ ഒരു തൊലി കട്ട് ചെയ്ത് മാറ്റാൻ തന്നെ നല്ല പാടാണ്. കത്തിയുടെ രണ്ട് വശത്തും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണം. ചക്കയിൽ നിന്നും വന്ന ഈ ഒരു പശ ഉണ്ടല്ലോ, ആദ്യം നമുക്കൊരു പേപ്പർ എടുത്തിട്ട് തുടച്ചു മാറ്റാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ചക്ക കാണാൻ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിലും നമുക്ക് ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കാൻ കറക്റ്റ് പാകത്തിലുള്ള ചക്കയാണ്. ഈ ചക്ക അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചക്കയാണ്. ബാക്കിയുള്ളതും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. മുഴുവനും വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആ ഒരു വെളിഞ്ഞ ഉണ്ടല്ലോ, ഒരു പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയണ്ടായ ചിരട്ടി ഉണ്ടല്ലോ, ചിരട്ട കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. കയ്യിലൊന്നും ഒട്ടും തന്നെ ഇതിന്റെ വെളിഞ്ഞ ആയിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കത്തിയിലും കയ്യിലും വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് വേണം ഇത് വട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ചക്ക കുറച്ച് വലിപ്പം കൂടുതലാണല്ലോ, അപ്പൊ വേവിക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ചക്ക കട്ട് ചെയ്യാൻ തന്നെ നല്ല അത്രയും നമ്മൾ ബലം കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു തൊലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ശക്തി കൊടുത്താൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഈ തൊലി കട്ട് ചെയ്യണ ബുദ്ധിമുട്ട് കാരണം പലരും ഇടിച്ചക്ക വീട്ടിലുണ്ടായിട്ടും ഉണ്ടാക്കാറില്ല. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചക്ക ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കല്ലുപ്പാണ്. നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന ചക്കയിലുള്ള ഒരു ചെറിയൊരു പശ ഉണ്ടാവും. അപ്പൊ ആ പശ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊരു 3 വിസിലിന് വേവിച്ചെടുക്കണം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. ചക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചക്ക ഓരോന്നും ഓരോ വേവായിരിക്കും. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വിസിലിന്റെ എണ്ണം കൂട്ടാനും കുറക്കാനും. ചക്ക എടുത്തു മാറ്റാം. വെള്ളത്തിൽ വേവിച്ചെന്ന് വെച്ചിട്ട് അങ്ങനെ ഇതിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടൂല. ചക്ക ഇനി നല്ല പോലെ തണുത്ത് വരട്ടെ. ചക്ക തണുക്കുന്ന സമയം കൊണ്ട് തോരന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം ചെറിയ തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ അരഞ്ഞു പോവരുത്, ഒന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ നല്ല ജീരകം എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരപ്പിത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. അപ്പൊ അധികം അരിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ചക്ക ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയ ചൂടോടെയാണ് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. ഒരു കത്തി ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലി എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇതിന്റെ തൊലി എടുത്തു മാറ്റാവുന്നതാണ്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നുമില്ല. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. മറ്റു നമ്മൾ കത്തി കൊണ്ടാകുമ്പോൾ എത്ര ബുദ്ധിമുട്ടണം ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉള്ള ബലം മുഴുവനും കൊടുക്കുകയും വേണം. മാത്രമല്ല ചില സമയത്ത് നമുക്ക് കത്തി സ്ലിപ്പായിട്ട് കൈയൊക്കെ മുറിയാനും ചാൻസ് ഉണ്ട്. പഴത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിന്റെ തൊലി എടുത്തു മാറ്റാവുന്നതാണ്. ചക്ക ഇതാ മുഴുവനായിട്ടും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുത്തില്ലേ. അതുപോലെ തന്നെ നമുക്ക് സമയവും വളരെ ലാഭമാണ്.
നമുക്കിതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും. പണ്ടത്തെ ആളുകളൊക്കെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചക്ക ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരളിലിട്ടിട്ട് ഇടിച്ചിട്ടും അതല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതുക്കി എടുത്തിട്ടും ആണ് ഇങ്ങനെ പൊടിച്ചെടുക്കാറ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇടിച്ചക്ക, ഇടിയൻ ചക്ക എന്നൊക്കെ പേര് വരാൻ കാരണം. ചക്കയെല്ലാം മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യരുത്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ തോരന് നല്ല രുചി കൂടുന്നത്. ചില ആൾക്കാർക്ക് ചക്ക കഴിക്കുന്ന സമയത്ത് ഗ്യാസിന്റെ ഒക്കെ പ്രോബ്ലം വരുന്നവരുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഈ അരപ്പൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന്റെ ആ ഒരു പച്ച ചുവ മാറി കിട്ടണം, അത്രേ വേണ്ടൂ. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം, ഒന്ന് ചൂടായാൽ മതി. അരപ്പൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചക്ക വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ ഈ അരപ്പിലും കുറച്ച് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തതാണ് ഉപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അരപ്പും നമ്മുടെ ചക്കയായിട്ട് നല്ല പോലെ യോജിച്ച് വരണം. അതുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ചക്ക ഓൾറെഡി ആദ്യം വേവിച്ചതാണ്. അപ്പൊ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക വേവാൻ വെച്ചിട്ട് ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കണ്ടില്ല, ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഈ തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്, മാത്രമല്ല ഉപ്പൊക്കെ കറക്റ്റ് ആണ്. വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റി ആണ് ഈ ഒരു തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടിച്ചക്ക തൊലി കളയാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ ഉണ്ടാക്കാതിരിക്കണ്ട. ഇടിച്ചക്ക കത്തിയില്ലാതെ തൊലി കളയുന്ന രീതിയും അതുപോലെ തന്നെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.